റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ദൃഢമായ ബന്ധത്തിൽ അഭിമാനിക്കുന്നുവെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. യുക്രൈനെതിരായി നടത്തുന്ന റഷ്യയുടെ യുദ്ധത്തിന് ഉത്തര കൊറിയ സൈനിക പിന്തുണ നൽകുന്ന സാഹചര്യത്തിലാണ് കിം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞായറാഴ്ച ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമം കിമ്മിന്റെ സന്ദേശം പുറത്തുവിട്ടിരുന്നു. 2022 റഷ്യ യുക്രൈനിൽ സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ ഉത്തര കൊറിയ ക്രെംലിന്റെ പ്രധാന സഖ്യകക്ഷിയായി മാറിയിട്ടുണ്ട്. റഷ്യയുടെ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ഉത്തര കൊറിയ സൈനികരെ ഉൾപ്പെടെ അയച്ചുവെന്നും പകരമായി സാമ്പത്തിക നേട്ടങ്ങളും സൈനിക സാങ്കേതിക വിദ്യയും ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചുവെന്നും നിരീക്ഷകർ പറയുന്നു. റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിന്റെ ഭാവി കൂടുതൽ മികച്ചതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് നയിക്കുന്നതിൽ താൻ അഭിമാനിക്കുന്നതായും കിം റഷ്യൻ പ്രസിഡന്റിന് അയച്ച കത്തിൽ കൂട്ടിച്ചേർത്തു. പൊതുവായ പോരാട്ടത്തിന്റെ ചരിത്രം തുടരുന്ന ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുടിന്റെ ജ്ഞാനപൂർവമായ നേതൃത്വത്തിൽ റഷ്യ കൂടുതൽ അഭിവൃദ്ധിപ്പെടുമെന്നും രാജ്യത്തിന്റെ പ്രാദേശിക അഖണ്ഡത സംരക്ഷിക്കപ്പെടുമെന്നും തനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം 2022 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം 3-ാം വർഷം പിന്നിടുമ്പോൾ ഇത് ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാധാരണ യുദ്ധമല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ യുക്രൈനിന് ലഭിക്കുമ്പോൾ മറുവശത്ത് ഇറാനും ഉത്തര കൊറിയയും റഷ്യയുടെ പ്രധാന സൈനിക പങ്കാളികളായി മാറിയിരിക്കുകയാണ്. അടുത്തിടെ യുക്രൈനിലെ പോരീഷ്യ നഗരത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പ്രസ്താവന ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. റഷ്യയുടെ കൈവശമുള്ള ഏറ്റവും അപകടകാരിയായ ഉത്തര കൊറിയൻ ആയുധങ്ങളിൽ ഒന്നാണ് KN-23 അഥവാ ഹോസോങ് 11A ബാലിസ്റ്റിക് മിസൈൽ. രൂപകൽപ്പനയിൽ റഷ്യയുടെ തന്നെ ഇസ്കാൻഡർ M മിസൈലിനോട് ഏറെ സാമ്യമുള്ള ഈ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയും. റോഡ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് മിനിറ്റുകൾക്കകം വിക്ഷേപിക്കാനാകുന്ന ഈ മിസൈലുകൾ ഏകദേശം 600 മുതൽ 900 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പറക്കുന്ന രീതിയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ഉയർന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം താരതമ്യേന താഴ്ന്ന ഉയരത്തിലും വ്യത്യസ്തമായ ട്രാജക്ടറിയിലുമാണ് ഇത് സഞ്ചരിക്കുന്നത്. അതിനാൽ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ കണ്ടെത്തുകയും ഇടിച്ചു തകർക്കുകയും ചെയ്യുന്നത് വളരെ പ്രയാസകരമാണ്. ഇതോടൊപ്പം റഷ്യ ഉപയോഗിക്കുന്ന മറ്റൊരു ഉത്തര കൊറിയൻ ആയുധമാണ് KN-24 അഥവാ ഹോങ്സോങ് 11B. അമേരിക്കൻ ATACMS മിസൈലുകളുടെ രൂപകൽപ്പനയെ അനുസ്മരിപ്പിക്കുന്ന ഈ മിസൈലുകൾ ഉയർന്ന കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിനാണ് പ്രശസ്തം. സൈനിക ആസ്ഥാനങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, റെയിൽവേ ജംഗ്ഷനുകൾ, വൈദ്യുതി നിലയങ്ങൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ നിർണായക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ റഷ്യ ഉപയോഗിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. 2023 അവസാനത്തോടെ ആരംഭിച്ച ആയുധ വിതരണത്തിന് ശേഷം 2025 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഏകദേശം 150 ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയ്ക്ക് ലഭിച്ചതായി പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു. ഇതിനു പുറമെ പുതിയ ബാച്ചുകളായി കൂടുതൽ മിസൈലുകളും റഷ്യയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മിസൈലുകൾ കൈമാറുന്നതിൽ മാത്രമല്ല, അവ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക സഹകരണത്തിലും ഉത്തര കൊറിയ സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈന്റെ സൈനിക ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം റഷ്യയിലെ വോറനെഷ് മേഖലയിലായി ഉത്തര കൊറിയൻ മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി പ്രത്യേക യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട്. മൊബൈൽ ലോഞ്ചറുകളും പരിശീലനം ലഭിച്ച സൈനികരും ഉൾപ്പെടുന്ന ഈ യൂണിറ്റുകൾ നേരിട്ട് റഷ്യൻ സൈന്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. കൂടാതെ റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഉത്തര കൊറിയൻ മിസൈലുകളുടെ കൃത്യത മുൻകാലത്തേക്കാൾ ഗണ്യമായി മെച്ചപ്പെട്ടതായും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.